സിനിമാ പേരുകൾ കോർത്തിണക്കിയ സിനിമാ പാട്ടുകൾ പാടി നടന്നവരാണ് നമ്മൾ. എന്നാൽ ഇതേ സിനിമാ പേരുകൾ കൊണ്ട് ചെറുകഥകൾ രചിച്ചിരിക്കുകയാണ് ഫോർട്ട് കൊച്ചി സ്വദേശിനി സുൽഫത്ത്. കൊച്ചനിയത്തി എന്ന 10 ചെറുകഥകൾ അടങ്ങുന്ന പുസ്തകം വീട്ടുജോലികൾക്കിടയിൽ കിട്ടിയ സമയം കൊണ്ടാണ് സുൽഫത്ത് പൂർത്തിയാക്കിയത്. അമ്മായിയുടെ വാക്കുകൾ രാധയിൽ ഭൂകമ്പവും കോളിളക്കവും സൃഷ്ടിച്ചു. സുൽഫത്തിന്റെ ചെറുകഥാ സമാഹാരത്തിലെ കഥയിലെ ഒരു വരിയിൽ 2 സിനിമാ പേരുകളാണുള്ളത്. ഇതുപോലെ ഓരോ വരിയിലും മലയാളത്തിലെ സിനിമാ പേരുകൾ ഭംഗിയായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഓരോ കഥയും രചിച്ചിരിക്കുന്നത്. ചെറുപ്പം മുതലേ സിനിമാ പേരുകൾ എഴുതിവെക്കുന്ന ശീലം ഉണ്ടായിരുന്ന സുൽഫത്ത് 2 വർഷം കൊണ്ടാണ് 10 ചെറുകഥകൾ അടങ്ങുന്ന ഈ ചെറുകഥാ സമാഹാരം പൂർത്തിയാക്കിയത്. അപ്പോൾ ആദ്യം മനസ്സിൽ ഒരു കഥ രൂപപ്പെടും. അപ്പോൾ ആ വരികളിൽ തന്നെ അർത്ഥങ്ങളിലേക്ക് സിനിമയുടെ പേര് ഓരോ വരിക്ക് അനുയോജ്യമായിട്ട് സിനിമേൻ്റെ പേര് ചേർത്തി കൊടുക്കണം. അപ്പോൾ വരി കറക്റ്റായിട്ട് വരും. 11 മണിയാകുമ്പോൾ ഞാൻ ഫ്രീ ആവും. അപ്പോൾ എഴുതും. പിന്നെ ഉച്ചക്ക് എഴുതും. രാത്രി ചിലപ്പോൾ 11 മണി വരെയൊക്കെ ഇരുന്ന് എഴുതും. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതി തുടങ്ങിയ സുൽഫത്ത് മനസ്സിൽ തോന്നിയത് എവിടെയെങ്കിലും എഴുതി വെക്കും. ഇങ്ങനെ എഴുതിക്കൂട്ടിയ കവിതകളും മാപ്പിളപ്പാട്ടുകളും ഗസലുകളുമൊക്കെയായി ഇതുവരെ 1500ഓളം സൃഷ്ടികളുണ്ട്. ഞാനങ്ങനെ എഴുതുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു സംതൃപ്തി, ഒരേ കവിത എഴുതി കഴിയുമ്പോൾ ഒരു സന്തോഷം തോന്നും. ഒരു കവിത എനിക്ക് എഴുതാൻ പറ്റിയല്ല എന്നുള്ള. കുറേ ഉയരങ്ങളിലേക്കൊന്നും പോകണമെന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെയൊക്കെ വന്നത് പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം, അത്രേ ഞാൻ വിചാരിക്കണുള്ളൂ. വീട്ടുജോലികൾക്കിടയിൽ കണ്ടെത്തുന്ന സമയങ്ങളിൽ എഴുതിയത് 6ഓളം പുസ്തകങ്ങളാണ്. സുൽഫത്തിന് പൂർണ്ണ പിന്തുണയുമായി ഭർത്താവും മക്കളും കൂടെയുണ്ട്. കല്യാണം കഴിക്കുന്ന സമയത്ത് അന്ന് കല്യാണം കഴിക്കുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരു പെട്ടിയായിട്ട് വരുന്ന ഇതുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇവരും കൊണ്ടുവന്ന പെട്ടി അന്നത്തെ കാലത്ത് ഇരുമ്പ് പെട്ടിയായിരുന്നു. ഇപ്പോഴത്തെ പോലത്തെ പെട്ടിയൊന്നുമില്ല. ആ പെട്ടിയിൽ ചെറിയൊരു പൂട്ടും ഇട്ടിരുന്നു. അത് ഇവർ തുറക്കൂല. എങ്ങനെ നോക്കിയാലും ഇത് തുറക്കാറില്ല. അപ്പം ഞാൻ എപ്പോഴും ചോദിക്കും എന്താണ് ആ പെട്ടിയിൽ. അങ്ങനെ ഒരു ദിവസം നിർബന്ധിച്ച് ഞാൻ ആ പെട്ടി തുറപ്പിച്ച് നോക്കിയപ്പോൾ കുറേ കോപ്പിക്കടലാസിൽ മാത്രം എഴുതി വെച്ച കണ്ടമാന കവിതകളായിരുന്നു അതിൽ. അതിനെ ഞാൻ തന്നെയാണ് അതിന് ശ്രമിച്ചതും ഇത്രയൊക്കെ എത്തിച്ചതും. പുസ്തകങ്ങൾ ഇറങ്ങാനൊക്കെ എൻ്റെ പരിപൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. വ്യത്യസ്തമായ രചനാശൈലി പിന്തുടരുന്ന സുൽഫത്ത് അടുത്തതായി കാവ്യാത്മക ബാലകഥകൾ ഉൾപ്പെടുന്ന പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. ന്യൂസ് മലയാളം, കൊച്ചി.